ഹായ്, ഇച്ചിരി കപ്പയും മീൻകറിയും മീൻ വറുത്തതുമായിരുന്നേ ഉച്ചയൂണിന്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ നോക്കാം. കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ടേ. അത് വെന്ത് വരുമ്പോഴത്തേക്കും മീനൊക്കെ ക്ലീനാക്കി വറക്കാൻ പുരട്ടി വെച്ച്. കൊഴിയാളയാണേ, ചെറിയ കൊഴിയാള, അത് വറക്കാൻ പുരട്ടി വെച്ചു. പിന്നെ നെത്തോലി മീൻ കറി വെക്കുകയും ചെയ്തേ. അപ്പോൾ കപ്പ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വെന്ത് ശരിക്കും വന്നില്ല കേട്ടോ, പിഞ്ചായിരുന്നു. അപ്പോൾ ഇച്ചിരി വെന്ത് വരാൻ നല്ല പാടായിരുന്നേ അത്. പിന്നെ മീൻ എല്ലാം പുരട്ടി വെച്ചു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പുമൊക്കെ ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. നെത്തോലി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് പുളി ഇട്ട് കൊടുത്തു. തേങ്ങ, കൊച്ചുള്ളി, പച്ചമുളക്, 2 സ്പൂൺ മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത് ഇത്രയും നല്ല ചതച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ട് മീനിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അരപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് മീൻ കറി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചീനിക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ കറിവേപ്പില, തേങ്ങ, ഇത് ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ചീനി വെള്ളമെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ചതച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല വെന്ത് വന്നില്ല, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമേ. എന്നിട്ട് ഇതൊന്ന് ഒന്ന് കൂട്ടി വെച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. തവിയിട്ട് ഇളക്കി നല്ലപോലെ കുത്തി ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഈ അരപ്പെല്ലായിടും പിടിക്കേണ്ട വിധത്തിൽ സ്റ്റൗ ഓഫാക്കിയേ. എന്നിട്ട് ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ല ഉടച്ചെടുക്കണം. നല്ല വേവുന്നതാണേ, നമ്മളിങ്ങനെ ഉടയ്ക്കുമ്പോൾ തന്നെ നല്ല കുഴഞ്ഞു വരും കേട്ടോ. ഇത് ഇച്ചിരി ഉടച്ചെടുക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ ഇത് വേവാത്ത ടൈപ്പ് മരിച്ചിനിയായിരുന്നേ. ഇത് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുത്തു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ പുറത്തൂടെ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ച് കേട്ടോ. അപ്പം മരിച്ചീനി റെഡിയായി. ഇച്ചിരി പിഞ്ച് ചീനിയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇച്ചിരി പ്രയാസപ്പെട്ടെ. എന്നാലും ഉടഞ്ഞില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അവസാനം ഇതുപോലെ ഇരുന്നു. മീൻകറി ദാണ്ട് നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്ന് വറ്റി വരണം. മീൻ വറക്കാനും ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. മീൻ കൊഴിയാള മീനായിരുന്നു, കുഞ്ഞു കൊഴിയാള. നല്ല എണ്ണയൊക്കെ മീനിന് നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ മീൻ കറി റെഡിയാണേ. അപ്പം മരിച്ചീനിയും പിന്നെ മീൻ കറിയും മീൻ വറുത്തതുമായിരുന്നു.